ഇന്ന് കുറച്ച് ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും വെളുത്തുള്ളിയും ഗരം മസാലയും ഇട്ട് കുറച്ച് വെള്ളത്തിന് പകരം എണ്ണയും കൂടെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അത് 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂറോടെ നമുക്കതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം. അത് കഴിഞ്ഞിട്ട് വേണം അതിനെ പൊരിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ചിട്ട് അതിനകത്ത് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം. അതിനുശേഷം മുരിഞ്ഞ് വരുമ്പം സൈഡ് തിരിച്ചിട്ട് 2 സൈഡും മുരിച്ചെടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് പപ്പടം പൊള്ളിക്കാം. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിന് പപ്പടവും പരിപ്പും മീൻ പൊരിച്ചതും വെണ്ടയ്ക്ക ഫ്രൈയും ബീട്രൂട്ട് ക്യാരറ്റ് തോരനും കൂടെയാണ്. എല്ലാ ദിവസവും സാധാരണ രാവിലെയാണ് മീൻ ഫ്രൈയും കറിയും എല്ലാം ഉണ്ടാക്കുന്നത്. ഈ തലേ ദിവസം വൈകിട്ടേ മീൻ മേടിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കറി വയ്ക്കാറാണ് പതിവ്. എന്നിട്ട് മോള് പോണ സമയമാകുമ്പം ചോറ് കൊടുത്ത് വിടാറാണ് ചെയ്യാറ്. ഇന്ന് മീൻ ഫ്രൈ ഇല്ലാത്തത് കൊണ്ട് മോൾക്ക് മീനില്ലാണ്ട് ചോറ് കൊടുത്ത് വിട്ട്. നമുക്ക് കൊല്ലത്തൊക്കെ പോകാനുണ്ടായിട്ട് കൊല്ലത്ത് പോയിട്ട് വന്ന വഴിക്കാണ് മീൻ കിട്ടിയത്. അതിനുശേഷം കൊണ്ടുവന്നാണ് കറിയൊക്കെ വയ്ക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരുപാട് ലേറ്റായി പോയി ഫുഡ് കഴിക്കാൻ. സാധാരണ 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നതാണ്. ഇന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ 2 മണിയായി. പിന്നെ അച്ചാർ, വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന അച്ചാറാണ്. എണ്ണയൊന്നും ചേർക്കാതെ വിനാഗിരി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ അച്ചാറിൻ്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്.